ഇത് നമുക്ക് വേറെ കുറച്ച് കൊച്ചുമിടുക്കന്മാരെ പരിചയപ്പെടാം. എറണാകുളത്ത് കുട്ടികളുടെ ജാഗ്രതയിൽ കഞ്ചാവ് കുടുങ്ങി. കളിസ്ഥലം ഒരുക്കുന്നതിനിടെ കണ്ടെത്തിയ അപരിചിതമായ ചെടി അത് കഞ്ചാവാണ് എന്ന് തിരിച്ചറിഞ്ഞ് എക്സൈസിനെ വിവരം അറിയിച്ചാണ് വിദ്യാർത്ഥികൾ മാതൃകയായത്. ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ചാണ് ഈ കഞ്ചാവ് ചെടിയാണ് എന്നുള്ള വിവരം കുട്ടികളെ തിരിച്ചറിഞ്ഞത്. വിദ്യാർത്ഥികളെ എക്സൈസ് അഭിനന്ദിക്കുകയും ചെയ്തു. പെരുമ്പാവൂർ ചെമ്പറക്കി കീൻപടി വ്യവസായ മേഖലയിലെ ആളൊഴിഞ്ഞ പറമ്പിലാണ് സംഭവം. ഒന്നിലധികം മീറ്റർ ഉയരമുള്ള കഞ്ചാവ് ചെടി കുന്നത്തുനാട് എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. ചെമ്പറക്കി സ്വദേശികളായ അവിനീഷ്, ചിത്രഭാനു, അബ്ദുറഹ്മാൻ, ഫസൽ, ഇക്ബാൽ എന്നീ വിദ്യാർത്ഥികളാണ് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നിർണായക പങ്ക് വഹിച്ചത്. ആളൊഴിഞ്ഞ പറമ്പ് വൃത്തിയാക്കി ഷട്ടിൽ കോർട്ട് നിർമ്മിക്കാനായാണ് വിദ്യാർത്ഥികൾ എത്തിയത്. സ്ഥലമൊരുക്കുന്നതിനിടെയാണ് സംശയാസ്പദമായ രീതിയിലുള്ള ഒരു ചെടി ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ ഗൂഗിൾ ലെൻസ് സംവിധാനം ഉപയോഗിച്ച് ചെടിയുടെ ചിത്രം പകർത്തി പരിശോധിച്ചു. കഞ്ചാവാണെന്നുറപ്പായതോടെ കുട്ടികൾ വിവരം കുന്നത്തുനാട് എക്സൈസ് ഇൻസ്പെക്ടറെ അറിയിച്ചു. വിവരമറിഞ്ഞ് എക്സൈസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തിയപ്പോൾ ഒന്നിലധികം മീറ്റർ ഉയരവും 60 സെന്റിമീറ്റർ വീതിയുമുള്ള തഴച്ചു വളർന്ന ചെടി കണ്ടെത്തി. ഇത് പിന്നീട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കസ്റ്റഡിയിലെടുത്തു. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ജാഗ്രത കാട്ടിയ വിദ്യാർത്ഥികളെ എക്സൈസ് സംഘം പ്രശംസിച്ചു. ആളൊഴിഞ്ഞ പറമ്പിൽ കഞ്ചാവ് ചെടി എങ്ങനെയെത്തിയെന്നതിനെക്കുറിച്ച് എക്സൈസ് സംഘം അന്വേഷണം ഊർജിതമാക്കി. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. സ്നേഹമോൾ നൈനാൻ ചേരുന്നുണ്ട് തത്സമയം. സ്നേഹ, ഈ സമീപകാലങ്ങളിലായി സ്കൂൾ വിദ്യാർത്ഥികളും അല്ലെങ്കിൽ ഈ ലഹരിയുമൊക്കെയായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് കുട്ടികളിലെ ലഹരി ഉപയോഗം കൂടി എന്നുള്ളതാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ശരിക്കും മനസ്സ് നിറയ്ക്കുന്ന, സന്തോഷം തരുന്ന ഒരു വാർത്ത, മറ്റുള്ളവർക്കെല്ലാം മാതൃകയാകുന്ന ഒരു കാഴ്ച. അത് കണ്ടു, അത് കഞ്ചാവ് ചെടിയാണോ എന്ന് സംശയം തോന്നി. ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ച് അവർ കണ്ടെത്തിയത് കഞ്ചാവ് ചെടിയാണെന്ന്. ഒട്ടും പഠിച്ചില്ല, വേഗം തന്നെ എക്സൈസിനെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു. ശരിക്കും മാതൃകയാണ്. കുഞ്ഞുങ്ങൾ വലിയൊരു കയ്യടി അർഹിക്കുന്നുണ്ട്. ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടേറെ വാർത്തകളിലൂടെയൊക്കെ നമ്മൾ ദിവസം കടന്നു പോകാറുണ്ട്. അതിൽ ഭൂരിഭാഗവും പ്രായപൂർത്തിയാകാത്ത സ്കൂൾ വിദ്യാർത്ഥികളാണ് ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് നമ്മെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതുമാത്രമല്ല, ഒരു ഘട്ടത്തിൽ നമ്മൾ ഈ സമൂഹത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് ചോദിക്കേണ്ട സാഹചര്യമൊക്കെയുണ്ട്. പക്ഷേ ഈ ഒരു സംഭവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് നേരായ വണ്ണം തന്നെയാണ് നമ്മുടെ സമൂഹം പോകുന്നത് എന്ന് തന്നെയാണ്. കുട്ടികളുടെ പേര് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അവിനേഷ്, ചിത്രഭാനു, അബ്ദുറഹ്മാൻ, ഫസൽ, ഇക്ബാൽ, ഈ 5 കുട്ടികളാണ്. പേര് പ്രത്യേകം എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. ഈ കുട്ടികളാണ് കഞ്ചാവ് ചെടി എക്സൈസിനെ കാണിച്ചു കൊടുത്ത് മാതൃകയായത്. +2 പഠിക്കുന്ന, +1, +2 ഇങ്ങനെ ഈ ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അപ്പോൾ നമുക്കറിയാം, ബഹുഭൂരിപക്ഷം ലഹരി കേസിലും ഇത്തരത്തിൽ ഈ +1, +2 ഈ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളാണ് ഉൾപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികളെ ഷട്ടിൽ കോർട്ട് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ആളൊഴിഞ്ഞ പറമ്പ് വൃത്തിയാക്കിയത്. നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ആ ഒരു പ്രവൃത്തി അവർ തുടർന്നതിനിടയിലാണ് സംശയാസ്പദമായ രീതിയിൽ ഒരു ചെടി ഇവരുടെ കണ്ണിൽപ്പെടുന്നത്. പക്ഷേ കുട്ടികൾക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇത് കഞ്ചാവിൻ്റെ ചെടി തന്നെയാണോ എന്നത്. അതായത് നാട്ടിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത തരത്തിലൊരു ചെടി. അപ്പോൾ ഉടൻ തന്നെ അവർ ഗൂഗിൾ ലെൻസ്, അതായത് ആധുനിക സംവിധാനം ഉപയോഗിച്ച് അവർ കണ്ടെത്തി ഇത് കഞ്ചാവിൻ്റെ ചെടിയാണ് എന്ന് കണ്ടെത്തി. പിന്നീട് എക്സൈസിനെ വിവരം അറിയിക്കുകയായിരുന്നു. അങ്ങനെ എക്സൈസ് സ്ഥലത്തെത്തി ഒന്നും കൂടി പരിശോധിച്ചപ്പോൾ അത് കഞ്ചാവിൻ്റെ ചെടിയാണ് എന്നുറപ്പിച്ചു. തുടർന്ന് ആ ചെടി എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതാണ്. നല്ല ഉയരമുള്ള ഒരു ചെടി തന്നെയായിരുന്നു. അപ്പോൾ ഈ ചെടി എങ്ങനെ ഈ ആളൊഴിഞ്ഞ പറമ്പിലെത്തി എന്നൊരു കാര്യമൊക്കെ അന്വേഷിച്ച് വരികയാണ്. ആരെങ്കിലും കൊണ്ടിട്ടതാണോ അല്ലെങ്കിൽ തന്നെ വളർന്നതാണോ അതൊന്നും വ്യക്തമല്ല. അപ്പോൾ അന്വേഷണം നടക്കുകയാണ്. ഏതായാലും കുട്ടികളെ എക്സൈസ് അഭിനന്ദിച്ചു എന്നുള്ളതാണ്. ആ കുട്ടികൾ ഒരു മാതൃകയാണ് എന്നൊരു കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. അപ്പോൾ ഈ ഇത്തരത്തിൽ എന്തെങ്കിലും അസ്വാഭാവികമായ കാര്യങ്ങളൊക്കെ കണ്ണിൽ പെടുകയാണെങ്കിൽ അത് കൃത്യമായ സ്ഥലത്ത് തന്നെ കൃത്യമായ ആളുകളെ, അധികൃതരെ അത് വിവരം അറിയിക്കുക എന്നതാണ്. അപ്പോൾ അതിനെ ദുരുപയോഗം ചെയ്യാനൊന്നും കുട്ടികൾ പോയില്ല എന്നതാണ്. അപ്പോൾ അത് ദുരുപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഒരു അനന്തര ഫലമൊക്കെ അല്ലെങ്കിൽ തിക്തഫലമൊക്കെ അതെന്താണ് എന്നറിയാം. പക്ഷേ അത്തരത്തിലേക്കുള്ള റിസ്ക് ഒന്നും അവരെടുത്തില്ല എന്നതാണ്. അപ്പോൾ വളരെ നല്ല കാര്യം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഒരിക്കൽ കൂടി പറഞ്ഞതുപോലെ തന്നെ അത് ദുരുപയോഗം ചെയ്യാൻ അവർ ശ്രമിച്ചില്ല. ചില കുട്ടികൾക്ക് ഒരു കൗതുകം കൊണ്ടെങ്കിലും ഇതെന്താണ്, എങ്ങനെയാണെന്നൊക്കെ പരീക്ഷിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷെ അവർക്കത് ഉണ്ടായില്ല. കൃത്യസമയത്ത് തന്നെ എക്സൈസിനെ അറിയിക്കുകയാണ് ചെയ്തത്. ഈ കുഞ്ഞുങ്ങളുടെ ലഹരി ഉപയോഗം ഉയർന്നു വരുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്ന ഈ കാലഘട്ടത്തിൽ തന്നെ ഈ കുട്ടികൾ ഇങ്ങനെ മാതൃകയായി മാറുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്.